ഓക്കെ, ഡി കെ മുരളി MLA കൂടി നമുക്കൊപ്പം ചെയ്യുന്നു. താങ്ക് യു ഷാജി. മറ്റു വിവരങ്ങൾ കൂടി ശേഖരിക്കൂ. ശ്രീ ഡി കെ മുരളി MLA, നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് 6 പേരിൽ 5 പേർ മരണപ്പെട്ടുവെന്നും ഈ അഫാന്റെ അമ്മ ആശുപത്രിയിൽ 70% പരിക്കുകളോടെ ഗുരുതരാവസ്ഥയിലാണെന്നുമാണ്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ശ്രീ മുരളി? മരണത്തെ സംബന്ധിച്ച് ഇതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ട്. പിന്നെ എന്റെ ശ്രദ്ധയിൽ ആദ്യം വന്നത് പാങ്ങോട്ടത്തെ മരണമാണ്. ഞാൻ പാങ്ങോട് എത്തുമ്പോഴാണ് ഈ മരണ വാർത്ത അറിയുന്നത്. ഞാൻ ആ വീട്ടിൽ പോയി. ഒരു ഉമ്മ ഒറ്റയ്ക്കാണ് അവിടെ താമസം. ഈ പ്രായാധിക്യമുള്ള ആളാണ്. അവർ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ പോലീസെല്ലാം അവിടെ ഉണ്ട്, തല പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊലപാതകമാണോ എന്നതിനെ സംബന്ധിച്ചൊരു സ്ഥിരീകരണം വന്ന സമയമല്ലത്. മരിച്ച് ഏകദേശം പോലീസ് എത്തുമ്പോൾ തന്നെ ഞാനും അവിടെ എത്തി. അതായത് അതെപ്പോഴായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ശ്രീ മുരളി? 6 മണിയോടുകൂടിയാണ് ശ്രദ്ധയിൽ വന്നത്. കാരണം അവിടെ ഒരു ബൈ ഇലക്ഷൻ നടക്കുന്നു. ആ പരിസരത്തുള്ളവരെല്ലാം വോട്ട് ചെയ്യാനും പ്രവർത്തകരെല്ലാം അതിന്റെ കൂടെയൊക്കെ നിൽക്കുകയാണ്. അപ്പോ ഈ കൂട്ടുകിടക്കാൻ പോയ മകളോ ചെറുമകളോ ആരോ ആണ് വന്നപ്പോ മരിച്ചു കിടക്കുന്നു. അങ്ങനെയാണ് പരിസരവാസികളും എല്ലാവരും കൂടി അവിടെ ഓടിക്കൂടി പോലീസ് എത്തിയത്. ഞാൻ ചെല്ലുമ്പോൾ പോലീസുണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പോ ഒരുപക്ഷെ വൈകുന്നേരം 5 മണിക്ക് ശേഷം അത് സംഭവിച്ചിട്ടുണ്ടാവും. അവിടെ പാങ്ങോട് വന്ന് ഈ വാപ്പയുടെ ഉമ്മ 88 വയസ്സുള്ള ഉമ്മയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക അല്ലേ? അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. സമയം ഒക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി, കാരണം വെഞ്ഞാറമൂട്ടിലെ കൊലപാതകത്തിന് ശേഷമാണ് അയാൾ സറണ്ടർ ചെയ്തു പോയി. അയാൾ 3 സ്ഥലത്ത് പോയി കൊലപാതകം നടത്തിയിട്ടുണ്ട് അല്ലേ? നടത്തിയിരിക്കുന്നു. ഈ സ്ഥലങ്ങളൊക്കെ തമ്മിലുള്ള ദൂരം എങ്ങനെയാണ്? ഒരുപാട് ദൂരമുണ്ടോ? അല്ലല്ല, എല്ലാം എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്താണ്. പാങ്ങോട്ടിൽ നിന്ന് ഈ പറയുന്ന കൂനമേങ്ങ എസ്എൻപുരത്തേക്ക് പോകുന്നതാണ്. അവിടെ ഒരു വാഹനത്തിലാണെങ്കിൽ അരമുക്കാൽ മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചെത്താവുന്ന ദൂരേ ഉള്ളൂ. അവിടെ നിന്ന് പേരുമല എത്താനും ഒരു ഹാഫ് ആൻ അവർ മാക്സിമം വേണ്ടി വരും. ഈ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ പെൺകുട്ടിയുടെ വാപ്പയും ഉമ്മയും ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടോ, അതോ ഈ അഫാന്റെ ജ്യേഷ്ഠന്റെ സഹോദരനെയും ഭാര്യയുമാണോ കൊലപ്പെടുത്തിയിരിക്കുന്നത്? പിന്നെ ഉമ്മയെയും അനുജനെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്, വാപ്പുമ്മയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ മരണപ്പെട്ട ഒരു എക്സ് മിലിറ്ററി അയാളുടെ വൈഫും ഉണ്ട്. അത് ഈ പെൺകുട്ടിയുടെ വാപ്പയും ഉമ്മയോ ആണോ എന്ന വ്യക്തമായ വിവരം എനിക്ക് ലഭിച്ചിട്ടില്ല. അതിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ അഫാന്റെ വാപ്പയുടെ ജ്യേഷ്ഠനും ഭാര്യയുമാണെന്ന് കേൾക്കുന്നു. ശരിയായിരിക്കാം, ശരിയായിരിക്കാം ചിലപ്പോ. സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഞാൻ പേരുമല്ല, ഈ 3 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വീട്ടിലാണ് നിൽക്കുന്നത്. ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഡ്രഗ് അഡിക്റ്റ് ആവുകയോ മറ്റെന്തെങ്കിലും മാനസിക വൈകല്യമുള്ള ആളാവുകയോ അങ്ങനെ നിന്ന് ഇയാളൊരു ബഹളക്കാരനാണെന്നോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്തെങ്കിലും ശല്യക്കാരനാണോ എന്ന റിപ്പോർട്ടൊന്നും ഇതുവരെ ഇല്ല. അയാളുടെ അടുത്ത ചില ബന്ധുക്കൾ പറയുന്നത് വീട്ടിൽ അയാൾ പ്രശ്നക്കാരനാണെന്നാണ്. ഈ പെൺകുട്ടികൾ വിളിച്ചോണ്ട് വന്നിട്ട് 2 ദിവസമേ ആയുള്ളെന്ന് അയാളുടെ ബന്ധു ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ജലീൽ, ശരിയായിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഇയാളും ഈ പെൺകുട്ടിയും ഇയാളും കൂടി വെഞ്ഞാറമൂട്ടിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ ക്രോസ് ചെയ്യുന്ന വിവരങ്ങൾ ഇവിടെ ചിലത് കണ്ടതായി എന്നോടും വന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പരിസരവാസികൾക്കാർക്കും ഈ പെൺകുട്ടിയെ കണ്ട് പരിചയമൊന്നുമില്ല. താങ്ക് യു ശ്രീ ഡി കെ മുരളി. കൂടുതൽ വിവരം കിട്ടി ഞങ്ങൾ അങ്ങേ വിളിക്കാം.